UKG-യിൽ പഠിക്കുന്ന ഈ മോന്റെ സംസാരം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഐസ്ക്രീം നുണയാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ചില വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ വ്യക്തതയില്ലായ്മയുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഈ മോനെയും കൊണ്ട് അമ്മ OP-യിലെത്തിയത്. നാവിൻ്റെ അടിയിലെ കെട്ട് അഥവാ ടങ് ടൈ എന്ന പ്രശ്നമാണ് ഈ കുട്ടിക്കുള്ളത്. എന്താണ് ടങ് ടൈ? ടങ് ടൈ ഉള്ള കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം? എപ്പോഴാണ് ഇതിന് ചികിത്സ എടുക്കേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നാവിൻ്റെ അടിഭാഗവും വായും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത ടിഷ്യൂ ഉണ്ട്. ഫ്രെനുലം എന്നാണ് ഇതിൻ്റെ പേര്. എന്നാൽ ചില കുട്ടികളിൽ ജനിക്കുമ്പോൾ തന്നെ ഈ ഫ്രെനുലം വളരെ ടൈറ്റായിട്ട് കട്ടിയുള്ളതായി നീളം കുറഞ്ഞതായിട്ട് കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നാവ് പുറത്തേക്ക് നീട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ സാധാരണ നാവ് നീട്ടുമ്പോൾ നാവ് മുഴുവനായും പുറത്തേക്ക് വരും. എന്നാൽ ഇത്തരം കുഞ്ഞുങ്ങളിൽ നാവ് പുറത്തേക്ക് എടുക്കാൻ കഴിയാതെ നാവിൻ്റെ അറ്റത്ത് ഒരു ചെറിയ കുഴി പോലെ അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ രൂപം കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ടങ് ടൈ അഥവാ നാവിൻ്റെ അടിയിൽ കെട്ടുണ്ടെന്ന് നമ്മൾ സാധാരണ പറയാറ്. ആൻകൈലോഗ്ലോസിയ എന്നാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര്. ജനിച്ച ഉടനെ തന്നെ ടങ് ടൈ മൂലം എന്തൊക്കെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾ കാണിക്കാം? മുലയൂട്ടുന്ന സമയത്താണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. നിപ്പിളിലേക്ക് ശരിയായ രീതിയിൽ ലാച്ച് ചെയ്യാനും പാല് വലിച്ചു കുടിക്കാനുമുള്ള ബുദ്ധിമുട്ട് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് അനുഭവപ്പെടും. പാല് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് നേരമെടുത്താണ് ഇത്തരം കുഞ്ഞുങ്ങൾ പാല് കുടിക്കുക. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം ശബ്ദം ഇവരുടെ വായിൽ നിന്ന് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സമയമെടുത്ത് പാല് കുടിക്കുന്നത് കൊണ്ടും പാല് വലിച്ചു കുടിക്കാൻ പ്രോപ്പറായിട്ട് സാധിക്കാത്തത് കൊണ്ടും ഇവർ വെയിറ്റ് വയ്ക്കുന്നത് കുറയും. എപ്പോഴും അസുഖങ്ങൾ വരാനുള്ള സാധ്യത, വയറിന് അസ്വസ്ഥത, ഗ്യാസ് വയറ്റിൽ നിന്നും പോവുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ടങ് ടൈ ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിപ്പിളിൽ എപ്പോഴും ക്രാക്കുകൾ വരിക, എപ്പോഴും കുഞ്ഞ് വീണ്ടും വീണ്ടും പാല് കുടിക്കുന്നത് കൊണ്ട് ബ്രസ്റ്റിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇതിന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഒരു ചികിത്സാ രീതി. എന്നാൽ ചിലപ്പോഴൊക്കെ ഈ ടങ് ടൈ കാരണം പാല് വലിച്ചു കുടിക്കുന്നതിൽ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഇത്തരം കുഞ്ഞുങ്ങൾ വളരുമ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ചില വാക്കുകൾ ഉച്ചരിക്കുന്നതിൽ പ്രയാസം അനുഭവപ്പെടും, പ്രത്യേകിച്ചും നാവിൻ്റെ അറ്റം കൊണ്ട് ഉച്ചരിക്കുന്ന വാക്കുകൾ. അതുപോലെ തന്നെ മുകളിലേക്ക് നാവിൻ്റെ അറ്റം അണ്ണാക്കിൽ മുട്ടുന്ന വാക്കുകൾക്കും പ്രയാസം അനുഭവപ്പെടും. സ്പീച്ച് തെറാപ്പിയൊക്കെ കൊടുത്ത ശേഷം ഇതുകൊണ്ട് ഗുണം കിട്ടുന്നില്ലെങ്കിൽ സർജറി ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ള രീതിയാണ് സാധാരണ ടങ് ടൈക്ക് നമ്മൾ സ്വീകരിക്കുക. പാല് വലിച്ചു കുടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും സംസാരത്തിലുള്ള ബുദ്ധിമുട്ടും അല്ലാതെ ചിലപ്പോഴൊക്കെ കാണാവുന്ന ഒരു പ്രശ്നം എപ്പോഴും പല്ലിന് ഇൻഫെക്ഷൻസ് വരാം. മോണരോഗങ്ങളും ഈ ടങ് ടൈ ഉള്ളവർക്ക് കാണാറുണ്ട്. മറ്റുള്ളവരെ പോലെ വായ കുലുക്കൊഴിഞ്ഞ് തുപ്പാൻ പറ്റാത്തത് കൊണ്ട് വായുടെ ഉള്ളിൽ തന്നെ ഭക്ഷണാവശിഷ്ടങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ മോണരോഗവും പല്ലിന് കേടുമൊക്കെ കണ്ടുവരാറ്. പിന്നെയുള്ളൊരു പ്രശ്നം, ഐസ്ക്രീമും മറ്റും നുണഞ്ഞു കഴിക്കാൻ ഇക്കൂട്ടർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. പിന്നെ വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫ്ലൂട്ട്, സാക്സഫോൺ തുടങ്ങിയ ഉപകരണങ്ങൾ വായിക്കാനും ഇത്തരം കുഞ്ഞുങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടാം. ചിലപ്പോഴൊക്കെ സ്ട്രോ ഉപയോഗിച്ച് ജ്യൂസും മറ്റും വലിച്ചു കുടിക്കാനും പ്രയാസം നേരിട്ടേക്കാം. എല്ലാ ടങ് ടൈക്കും ചികിത്സ എടുക്കണമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഈ നാവിൻ്റെ അടിയിലെ കെട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇതുമൂലം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് നാവിൻ്റെ അടിയിൽ കെട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ വിഗറസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സംസാരത്തിലൊക്കെ ചെറിയ പ്രശ്നമേ ഉള്ളുവെങ്കിൽ സ്പീച്ച് തെറാപ്പി എന്ന ഒരു ചികിത്സാ രീതി അവലംബിക്കാം. കുട്ടിയെ വാക്കുകൾ ഉച്ചരിക്കാൻ പഠിപ്പിക്കുകയും അതുപോലെ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാനും അനക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന ഓറോമോട്ടർ എക്സസൈസസും ഇതിനായിട്ട് ഉപയോഗിക്കാം. എന്നാൽ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെയ്തു വാക്കുകൾക്ക് വ്യക്തതയില്ലായ്മ തുടരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മളൊരു സർജിക്കൽ ഓപ്ഷനെ പറ്റി തീരുമാനിക്കുക. വളരെ ചെറിയ നേർത്ത കെട്ടാണെങ്കിൽ അതൊന്ന് വെറുതെ കട്ട് ചെയ്ത് വിടാം. ഫ്രെനുലോട്ടമി എന്നാണ് ഈ പ്രൊസീജിയറിൻ്റെ പേര്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കെട്ടായിരിക്കും. ഇത്തരം അവസരങ്ങളിൽ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ
ചെറുതായി കുഞ്ഞിനെ ഒന്ന് മയക്കി കിടത്തിയ ശേഷം ഫ്രെനുലോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്ന പ്രൊസീജിയറാണ് ചെയ്യുക. നാവിൻ്റെ അടിയിലുള്ള കെട്ട്, ആ കെട്ടൊന്ന് ലൂസാക്കിയ ശേഷം അവിടെ വീണ്ടും അത് ഉറച്ചു പോവാതിരിക്കാൻ വേണ്ടി സൂച്ചറിടുന്ന ഒരു ചികിത്സാ രീതിക്കാണ് ഫ്രെനുലോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഡേ കെയർ പ്രൊസീജിയറായി ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഫ്രെനുലോപ്ലാസ്റ്റി എന്ന് വിളിക്കുന്നത്. നാവിൻ്റെ അടിയിലെ കെട്ട് എന്ന പ്രശ്നം കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം, എപ്പോഴാണ് ചികിത്സ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ വിശദമായി തന്നെ ഡിസ്കസ് ചെയ്തു. ചെറിയ കുട്ടികളിലെ ഈ ടങ് ടൈ ശ്രദ്ധയിൽപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ മുതിർന്ന ആളുകളിലും ഈ ടങ് ടൈ കാണാറുണ്ട്. സംസാരത്തിലുള്ള വ്യക്തതയില്ലായ്മയും പിന്നെ ജ്യൂസ് വലിച്ചു കുടിക്കാനും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടാണ് ഈ മുതിർന്ന ആളുകളും പറയുക. അപ്പോൾ ഇത്തരം ആളുകൾക്കും ഈ ഒരു ചികിത്സാ രീതി തന്നെയാണ് അവലംബിക്കേണ്ടത്. ചെറിയ കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. ടങ് ടൈ എന്ന ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. ടങ് ടൈക്ക് സർജറിയോ അതല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിയോ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക.